കൊല്ലത്ത് വോട്ടെണ്ണലിന് പിന്നാലെ ഡീൽ ആരോപണങ്ങളുമായി മുന്നണികൾ. കൊട്ടാരക്കരയിൽ CPM BJP സാമ്പത്തിക ഡീൽ നടന്നുവെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. ചാത്തന്നൂരിലും BJP CPM ഡീൽ എന്ന ആരോപണവുമായി UDF സ്ഥാനാർത്ഥി സൂരജ് രവിയും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. എന്നാൽ പരാജയം മറച്ചുവെക്കാനാണ് UDFന്റെ ഡീൽ ആരോപണങ്ങളെന്ന് BJP പ്രതികരിച്ചു. കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥി ഐഷ പോറ്റിയുടെ വിജയത്തെ തടയാൻ CPM BJP സാമ്പത്തിക ഡീൽ നടന്നുവെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ആരോപിക്കുന്നു. KN ബാലഗോപാലിന് വേണ്ടി ഒരു കോൺട്രാക്ടർ വഴി പണം ഒഴുക്കിയതായും ഈ അവിശുദ്ധ കൂട്ടുകെട്ട് മൂലമാണ് കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടതെന്നുമാണ് കൊടിക്കുന്നിലിന്റെ ആരോപണം. 8 മെമ്പർമാർ ജയിച്ച് പഞ്ചായത്ത് ഭരിക്കുന്ന നെടുവത്തൂർ പഞ്ചായത്തിൽ BJPയുടെ വോട്ടോടെ പോയി. 8 പഞ്ചായത്ത് മെമ്പർമാരുടെ ബൂത്തുകളിൽ അവർക്ക് ലഭിച്ച വോട്ട് നിലനിർത്താൻ കഴിഞ്ഞില്ലല്ലോ. ഐഷ പോറ്റിയുടെ വിജയത്തെ തടയാൻ വലിയ ഡീല്, സാമ്പത്തികമായ ഡീലാണ്. കൊട്ടാരക്കരക്കകത്ത് BJPയെ സഹായിച്ച BJP LDFനെ സഹായിച്ചാൽ, അല്ലെങ്കിൽ ബാലഗോപാലിനെ സഹായിച്ചാൽ, ചാത്തന്നൂരിൽ BJPയെ സഹായിക്കുവാനുള്ള ധാരണയുണ്ടായി. BJP ജയിച്ച ചാത്തന്നൂരിലും BJP CPM ഡീൽ നടന്നുവെന്ന UDF സ്ഥാനാർത്ഥി സൂരജ് രവി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. ചാത്തന്നൂരിലെ CPI സ്ഥാനാർത്ഥി R രാജേന്ദ്രനെ പരാജയപ്പെടുത്താൻ മണ്ഡലത്തിലെ സ്വാധീന മേഖലകളിൽ CPM വോട്ട് BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് മറിച്ചതായി സൂരജ് രവി ആരോപിച്ചു. CPMന് നല്ല സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ, പഞ്ചായത്തുകളിൽ, ബൂത്തുകളിലെല്ലാം വോട്ട് നേടിയത്, മേൽക്കൈ നേടിയത് BJPയാണ്. CPM നേതൃത്വം കൊടുക്കുന്ന LDFന്റെ സ്വാധീന മേഖലകളിലേക്ക് വന്നപ്പോഴാണ് ഒരു കുതിച്ചുചാട്ടം നടത്തുകയും 4000-ൽ പരം വോട്ടുകൾക്ക് BJP സ്ഥാനാർത്ഥിക്ക് വിജയിക്കുവാനും, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കൊല്ലത്ത് താമര വിരിയിക്കുവാനും ഒക്കെ ഉള്ള ഒരു അവസരം സൃഷ്ടിച്ചു കൊടുത്തത് ആരാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ പരിശോധന LDF നടത്തണം. കൊട്ടാരക്കരയിൽ BJP CPMനെ സഹായിച്ചാൽ ചാത്തന്നൂരിൽ CPM BJPയെ തിരിച്ചു സഹായിക്കാനുള്ള ധാരണ ഉണ്ടാക്കിയെന്ന കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ ആരോപണവും ഇതിന് പിന്നാലെ ആയിരുന്നു. എന്നാൽ BJPയുടെ ഡീൽ ജനങ്ങളുമായി മാത്രമെന്നും 2016 മുതൽ വോട്ട് കച്ചവടം നടത്തുന്നത് LDFും UDFും തമ്മിലാണെന്നും BJP നിയുക്ത ചാത്തന്നൂർ MLA BB ഗോപകുമാറും BJP ജില്ലാ നേതൃത്വവും ആരോപിക്കുന്നു. ചതിയും ഡീലും ഒക്കെ അറിയാവുന്നത് ഈ UDF സ്ഥാനാർത്ഥിക്ക് LDF സ്ഥാനാർത്ഥിക്കുക. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഡീല് മറ്റ് രാഷ്ട്രീയ പാർട്ടികളായിട്ട്, പ്രത്യേകിച്ച് ഞങ്ങൾ എതിർക്കുന്നവരുമായിട്ട് അങ്ങനൊരു ബന്ധം ഞങ്ങൾക്കില്ല. ആ ബന്ധം അറിയാവുന്നവരാണ് പറയുന്നത്, അങ്ങനെ ചെയ്തിട്ടുള്ളവരാണ് പറയുന്നത് ഡീൽ ഉണ്ടെന്ന്. യഥാർത്ഥത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഗുണം കിട്ടിയ പാർട്ടിയാണ് UDF. ആ ഗുണം എന്തുകൊണ്ട് ചാത്തന് കിട്ടിയില്ല? അങ്ങനെയാണെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിൽ ഡീൽ നടന്നിട്ടുണ്ടാകും. അപ്പോൾ BJP എവിടെയെങ്കിലും ജയിക്കുകയാണെങ്കിൽ ആ ജനവിധി അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥയാണ് ആദ്യം അവർക്കൊക്കെ വേണ്ടത്. വോട്ട് നഷ്ടപ്പെട്ടതിന്റെയും അടിയൊഴുക്കുകളുടെയും കണക്കുകൾ നിരത്തി മുന്നണികൾ രംഗത്ത് വരുമ്പോൾ കൊല്ലത്തെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ കൂടുതൽ ചൂടുപിടിക്കുകയാണ്. മുന്നണികൾ പരാജയത്തിന്റെ കണക്കെടുപ്പ് നടത്തുമ്പോൾ വരും ദിവസങ്ങളിലും കൂടുതൽ ഡീലാരോപണങ്ങൾ പുറത്തു വന്നേക്കാം. അമൃത ന്യൂസ്, കൊല്ലം.